മറ്റൊരു പോഡ്കാസ്റ്റിലോട്ട് സ്വാഗതം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ആൻഡ് ലിറ്ററലി എവ്രി വൺ ഹു ഇസ് ഹിയറിംഗ് ദിസ് പെർട്ടിക്കുലർ പോഡ്കാസ്റ്റ്, എൻ്റെ ചിറ്റ്ചാറ്റിലോട്ട് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വയ്യടേ, എന്തിനിടെ ഈ വെറുപ്പീര് ടോപ്പിക്കും എടുത്തോണ്ട് വന്നതേ എന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കേൾക്കേണ്ട ഒരു ടോപ്പിക് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഇത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസിലാണ്. അതെ, എനിക്ക് ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് പറയാൻ പറ്റൂലല്ലോ. അല്ല, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്, ഗെറ്റ് റെഡി ടു സ്കിപ്പ്. ഇപ്പോൾ എല്ലാണോ ഇപ്പം മാറ്റും. മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്. കേൾക്കുമ്പോൾ തന്നെ പറയുമോ, അവൻ തുടങ്ങി, അവൻ്റെ ഊറപ്പരി എന്തിനൊക്കെയോ, അവന് എന്തിനൊക്കെയോ സംഭവിച്ചു, അതൊക്കെ നമ്മളെ അടുത്ത് എന്തുണ്ടാവുമോ പറയണേന്ന് പറഞ്ഞിട്ട് പലരും ഇപ്പം കേട്ടോണ്ടിരിക്കുന്നവർ ചിന്തിക്കുകയായിരിക്കും. ഞാൻ തുടങ്ങാൻ പോകുന്നത് ഒരു കുട്ടി ആയ കോൾമി ഷസാമിൽ നിന്നുമാണ്. അതായത് നമ്മളുടെ ട്രോമകളെ പറ്റി സംസാരിക്കുക. എന്താണ് ട്രോമ എന്നായിരിക്കും. ഈ കൊച്ചിലെ നമ്മളുടെ അച്ഛനും അമ്മയും ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് കയ്യാങ്കളി കേട്ടോ, പൂരത്തെറി, കയ്യാങ്കളി, ഇതൊക്കെ നമ്മളെ ചെറുതിലെ ട്രോമറ്റൈസ്ഡ് ആക്കും. ഒരു ആക്സിഡന്റ് നേരിൽ കണ്ടവരാണെങ്കിൽ അതൊരു വേറൊരു ടൈപ്പ് ഓഫ് ട്രോമ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ പല പല സാധനങ്ങളിൽ കൂടെയാണ് നമ്മളുടെ ബാല്യകാലം മുന്നേറി വരുന്നത്. അന്ന് നമ്മൾ കൊച്ചിലായിരിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രൈമറി ഇമ്പോർട്ടൻസ് വിൽ ബി ഫുഡ് അടി, കളിക്കുക. അതായത് എവിടെയെങ്കിലും പോയി ഫുട്ബോൾ കളിയോ, ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പ്ലേ സ്റ്റേഷൻ കളിയോ, അല്ലെങ്കിൽ വല്ല BGMIയോ അങ്ങനെയൊക്കെ കളിക്കുക. പിന്നെ തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. അതായത് നല്ല ജോലി, വലിയ ജോലി, പൈലറ്റ് ആവണം, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, എത്രയും പെട്ടെന്നൊന്ന് വലുതായാൽ മതി എന്നുള്ള ഒരു ആർത്തിയിലായിരിക്കും നമ്മളൊക്കെ. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എത്രയും പെട്ടെന്ന് വലുതായി ഇഷ്ടം പോലെ കാശുണ്ടാക്കി ഞാനൊരു വലിയ ആളാവും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരുന്നിരുന്നത്. ടച്ച് വുഡ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പം ഞാൻ പ്രസന്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ആർക്കോ ചെയ്ത നല്ലൊരു ഇതാണ്. അതായത് ഞാൻ ആർക്കോ നല്ലതെന്തോ ചെയ്തു കൊടുത്തതിന് ഒരു ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. കൊച്ചിലെ തൊട്ടേ നമ്മൾ വളരെ സിമ്പിളായ മനുഷ്യരാണ്. നമുക്ക് വലിയ ആഗ്രഹങ്ങൾ, നമ്മൾ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് വളരെ ആരെങ്കിലും ആലോചിച്ചപ്പോൾ ഇപ്പോഴത്തെ ഒരു അംബാനിയുടെ കൊച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആലോചിക്കുകയായിരിക്കും, എനിക്കൊരു ലൂയി വിറ്റോന്റെ ബെൽറ്റ് വേണം, എനിക്ക് ആപ്പിൾ ഐഫോൺ വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുണ്ട്. ബിക്കോസ് അവർക്ക് ഈ പറയുന്ന ആപ്പിളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു കയ്യെത്താൻ ദൂരത്താണ്. അതായത് നല്ല രീതിയിലൊന്ന് കരഞ്ഞ് മേടിച്ച് നല്ല രീതിയിലൊന്ന് പാരൻസിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിച്ചാൽ എനിക്കൊരു ഐഫോൺ മേടിച്ചു തരൂ എന്ന് പറയുന്ന ബ്രൈബ് മെറ്റീരിയൽ, അതായത് ലഞ്ചമെല്ലാം ഇറുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പണ്ട് അങ്ങനെയൊന്നും ഇല്ല. ഒരു ടോയ് വരെ ഇരകണം. ഒരു ഹീമാൻ്റെ ഒക്കെ ഒരു ആക്ഷൻ ഫിഗർ വാങ്ങിച്ചു തരാനല്ലേ ഈ GI ജോ, ഇതൊക്കെയാണ് എൻ്റെ കാലഘട്ടത്തിലെ സാധനം. നമുക്ക് മറ്റൊന്നുമില്ലായിരുന്നു. ഈ ഞാനൊക്കെ എൻ്റെയൊക്കെ കൊച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാർട്ടൂൺ നെറ്റ്വർക്കിൽ കാണുന്ന സാധനത്തിൻ്റെയൊക്കെ പേരൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരിങ്ങനെ കിളി പറഞ്ഞിരിക്കണം, അല്ല എന്തിൻ്റെ ടോയ് വേണം എന്ന് പറയും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ ഹാംലേസ് ഉണ്ട്, നമ്മളെ നാട്ടിൽ ഹാംലേസ് ഉണ്ട്, എവിടെ എല്ലാം ഉണ്ട്. ഡോറ ബുജ്ജി, മൈ ലിറ്റിൽ പോണി, ഹീമാൻ, സ്പൈഡർമാൻ, സൂപ്പർമാൻ. പണ്ട് ഒരു മാനും ഇല്ല. കടയിലെ ചേട്ടന്മാരുടെ ഒരു സ്പൈഡർമാന്റെ ആക്ഷൻ ഫിഗർ ഉണ്ടാന്ന് ചോദിക്കുമ്പോ അതേത് മാനടേ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് പണ്ട്. ഭയങ്കര നമ്മള് ജനിച്ചു വളർന്ന ആ ഒരു സാഹചര്യത്തിൽ ദർ വാസ് എക്സ്പോഷർ ഒന്നുമില്ലല്ലോ. നമുക്ക് നെറ്റ് ഇപ്പോഴല്ലേ ഇന്റർനെറ്റ്. നമ്മൾ കുറച്ചും കൂടെ വേൾഡ് എക്സ്പോസ്ഡ് ആവുന്നത് ഈ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴാണ്. 2000 മേ ബി ആഫ്റ്റർ മില്ലേനിയൽസ്, ഒരു മില്ലേനിയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഈ പറയുന്ന വേൾഡിലോട്ട് എക്സ്പോസ് ആയത്. ഇന്റർനെറ്റിന്റെ, അതായത് അംബാനിക്ക് വലിയൊരു താങ്ക്സ്. പുള്ളിയാണ് എല്ലാം അതിന്റെ കയ്യിൽ ഇന്റർനെറ്റ് കൈ വെച്ച് കൊടുത്തത്. അതുവരെ നമ്മളെല്ലാം ബിസ്കി ആയിരുന്നു. അത് കുറച്ച് പേർക്ക് അറിയായിരുന്നു. അത് ഈ മെനക്കെട്ട്
ഈ പണ്ട് ഡയലപ്പിലൊക്കെ ഇന്റർനെറ്റ് ചെയ്യുന്നവർ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് അവർക്കറിയാം വേറെ കുറെ ബ്രാൻഡ്സ് ഉണ്ടെന്നും വേറെ കുറെ കാര്യങ്ങളുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. ഇപ്പോ കോൺവേഴ്സ്, അതായത് പണ്ട് ഇംഗ്ലീഷ് സിനിമകൾ, ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് ഹോളിവുഡ് പടങ്ങൾ കാണുമായിരുന്നു, ഈ ടീനേജ് മൂവീസ് അങ്ങനത്തെ എല്ലാ ഈ ചെറുക്കന്മാർ ഇടുന്ന സാധനമായിരുന്നു ഈ കോൺവേഴ്സിന്റെ ഷൂസ്. ഇപ്പൊ വളരെ വൈഡ്ലി കിട്ടണ സാധനം ഉണ്ടല്ലേ, അന്ന് അത് ഭയങ്കര ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് വന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ ഒരു ക്യാൻവാസ് ഷൂസ് വേണമെന്ന്. കൊച്ചിലേട്ടാ, ഭയങ്കര കൊച്ചിലെ ഡെന്നിസ് വെന്നിസൊക്കെ കണ്ട് ഭ്രാന്തായിട്ട് വേണമെങ്കിൽ അതിന്റെ പുറകെ കിടക്കണേണ്. അപ്പൊ അങ്ങനെ ഞാൻ അവസാനം തേടി അവസാനം നമ്മളുടെ അവിടെ ബാറ്റ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബാറ്റ എന്നാണ് ഞാൻ ആദ്യം ആ ഒരു ഡിസൈൻ പാറ്റേൺ ഉള്ള ഒരു ഷൂസ് മേടിക്കുന്നത്, അല്ലെങ്കിൽ കാണുന്നത്. ഞാൻ അത്ര ആർത്തി മൂത്ത് മേടിച്ചു. എന്റെ പൊന്നു, ഞാൻ പൊന്നു പോലെയാണ്. അത് കോൺവേഴ്സ് ആണെന്ന് പോലും എനിക്കറിയില്ല. എന്റെ കാഴ്ചപ്പാടിൽ ആ സെയിം ഡിസൈൻ അത്രേ ഞാൻ നോക്കുന്നുള്ളൂ. പിന്നെയാണ് മനസ്സിലാവുന്നത് കോൺവേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടെന്നും അതിന്റെ ഷൂസ് എന്ന് പറയുന്നതാണ് ഇവരൊക്കെ ഇട്ടുകൊണ്ട് നടക്കണെന്നൊക്കെ അറിയണത് പിന്നെയാണ്. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിൽ നിന്നും വിട്ടുമാറി, അതിനോ. പക്ഷെ ഞാൻ എന്റെ പഴയ കാലങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. നമുക്കൊക്കെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അന്ത കാലത്തുള്ളവർക്ക് വി ഡോണ്ട് ഹാവ് മച്ച് എക്സ്പെക്ടേഷൻ. നമുക്ക് വലിയ ഇതില്ല. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. ജസ്റ്റ് പ്ലേ ഗെയിംസ്, ഹാവ് ഫുഡ്, സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി വേണം, ഇതായിരുന്നു. ബട്ട് എൻ്റെ കൊച്ചിലത്തെ ടൈമിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഹാപ്പി ഫാമിലി ലൈഫില്ലായിരുന്നു. വി വേർ ഇൻ എ വെരി സ്ട്രഗിൾ, വെരി മിഡിൽ ക്ലാസ്, വെരി സ്ട്രഗിൾ. എന്താ പറയാ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ലൈഫാണ് എനിക്കുള്ളത്. അതിന്റെ ഒരുപാട് ട്രോമകൾ പറയില്ലേ, പട്ടിണി ടൈം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൽ. അതേപോലെ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു ഡാർക്ക് ഫേസ് ഇൻ മൈ ലൈഫ്. അതും എൻ്റെ ബെസ്റ്റ് ടൈമിലാണ് കേട്ടോ. എൻ്റെ ഈ 10th സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ എൻ്റെ കൂട്ടുകാര് ഒരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു ആ സമയത്ത്. അമ്മമാരൊക്കെ പിന്നെ എന്നെ താച്ച് അവിടെ അപ്പുറത്ത് വെച്ചിട്ട് പോയി, അത് വേറെ കേസ്. പക്ഷെ ആ ഒരു ടൈമിൽ അവരെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. ഞാൻ പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരെപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ആ ഒരു പരിധി വരെ സത്യമാണ്. നമ്മള് വീട്ടുകാരടുത്ത് പോലും പറയാത്ത കാര്യങ്ങൾ നമ്മളെ കൂട്ടുകാരടുത്ത് ഓപ്പൺ അപ്പ് ആവും.
ഈ ഓപ്പൺ അപ്പ് കൂട്ടുകാരുടെ അടുത്തല്ല ചെയ്യാനുള്ളത്. അവന്മാരപ്പം എന്തിനാണ് പറയണെന്ന് അറിയാം, ഇവിടെ പൊട്ടളി എല്ലാം ശരിയാവും, എൻ്റെ വീട്ടിൽ ഇത് തന്നെയാണ് ഈ അവസ്ഥ, അവൻ്റെ വിഷമം എൻ്റെ അടുത്ത് പറയാം. അപ്പൊ നമ്മൾ എന്തിനായി? ഡബ്ല്യു ആയി. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, ദാറ്റ്സ് വെൻ നമ്മൾ പറയേണ്ട സാധനം പറയേണ്ട ആളെടുത്ത് പറയണം. നമ്മൾ പ്രോപ്പറായിട്ട് ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യണം. അത് അന്തകാലത്ത് നമുക്കിത് പറഞ്ഞു തരാനോ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ അവന് പ്രാന്താണെന്ന് പറയും. ഇതാണ് അവസ്ഥ. ഇപ്പോഴൊക്കെ അതൊക്കെ മാറിയിട്ടുണ്ട്. ദാറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. ബിക്കോസ് അത് എന്തുകൊണ്ട് മാറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് ദേ ആർ മോർ എക്സ്പോസ്ഡ് ടു ദ വേൾഡ്, ദേ ആർ മോർ എക്സ്പോസ്ഡ് ടു സ്ട്രഗിൾസ്. എല്ലാത്തിലും അവർക്കൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. നമുക്ക് അതില്ലടേ, നമുക്ക് അതൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ ചേട്ടന്മാരാണ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പൊ അവരൊരിക്കലും അവരെയൊക്കെ വായിന്ന് സൈക്കോളജിസ്റ്റ് അവന് വട്ടാണ് കേട്ടോ. അപ്പൊ അവൻ മറ്റേ സൈക്കാട്രിസ്റ്റിനൊക്കെ കാണാൻ പോയി, സൈക്കോളജിസ്റ്റൊക്കെ കാണാൻ പോയി. പക്ഷേ ഞാൻ പറയാം, ദർ ആർ ടൈംസ് ഐ റിയലി വിഷ്, അതായത് someone could have given me an answer. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ 30ാമത്തെ വയസ്സിലാണ് ഞാൻ തെറാപ്പിക്ക് പോണത്. ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് നേരത്തെയും കാലത്തൊക്കെ ഏവനെങ്കിലും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോയി എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഇന്ന് റിലാക്സ് ആയേനെ. ഇപ്പോ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഹാപ്പി അല്ല. ഇപ്പം അതൊക്കെ വളരെ റെയറാണ്. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ ലെറ്റ് ഇറ്റ് ബി, നമ്മളിപ്പോ ഒരു ലെറ്റ്സ് സേ ഇഫ് യു ആർ വി ഹാവ് എ ജോബ് വിച്ച് വി ലവ്. ഇപ്പൊ നിങ്ങളൊരു വലിയ സിനിമാ ആവണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയും നിങ്ങളൊരു വലിയ സിനിമാ നടനായി മാറി, എന്നാലും യു ഹാവ് ടു ഗോ ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ലൈഫ് ഇല്ലേ. നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ഔട്ട് ആവാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് വരാം. പല ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസിൽ കൂടെ നമ്മൾ കടന്നു ചെല്ലും. അപ്പൊ ആ സമയത്തൊക്കെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് എന്താണ് പ്രശ്നം, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, എന്നിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഹാപ്പി അല്ലാത്ത എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ സമയത്ത് നമ്മളെ കൂട്ടുകാരന്മാരുടെ പോയി നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുക. അപ്പൊ അവന്മാരുടെ ഇടയിൽ 2 വെള്ളം അടികളിയാവും, എല്ലാം സെറ്റാവും. അല്ലെങ്കിൽ പറയും പഠിക്കാൻ പറയും. അപ്പൊ അതല്ല, അവിടെ നമുക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. ആ സൊല്യൂഷൻസ് തരാൻ എന്താ പറയാ, അതിനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യണം. ഇഫ് യു ഫീൽ ഡൗൺ, ഇഫ് യു ഫീൽ ടെറിബിൾ, പ്ലീസ് ഗോ ഫോർ എ തെറപ്പി. ഓർ അവിടെ നിന്നും കയ്യിൽ നിന്ന് പോകണം. നമ്മുടെ ബ്രെയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ തോട്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വി ആർ ഓവർ തിങ്കിങ്, വി ആർ ഓവർ എക്സേർട്ടിങ്, വി ആർ ഗെറ്റിംഗ് എക്സോസ്റ്റഡ് എവറി ഡേ. നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടി നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോൾ അവർ നമുക്ക് ആന്റി ഡിപ്രസന്റ് ആയിട്ടുള്ള മെഡിസിൻസ് തരുന്നത്, വിച്ച് ഈസ് എ വെരി യൂസ്ഫുൾ തിങ് അറ്റ് ടൈംസ്. ചില ആൾക്കാർക്ക് ഉറക്കാൻ വരാത്തതുകൊണ്ടാണ് അവർക്ക് മറ്റേ ഈ പിൽസ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ഉറക്ക ഗുളിക, സോ ദാറ്റ് ദേ കൻ ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ്. ബിക്കോസ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥകളുണ്ട്, ഉറക്കം വരാത്ത അവസ്ഥകളുണ്ട്. ഒരു സമയത്ത് രാത്രി എണീച്ചിട്ട് കണ്ണും തുറന്ന് കിടക്കുന്ന അവസ്ഥകളുണ്ടാവും. അതൊക്കെ വലിയ മുതുക്കനാവണമെന്നൊന്നുമില്ല, യങ്ങായിരിക്കുമ്പോഴും ഇതൊക്കെ സംഭവിക്കാം. ഈ യങ്ങായിരിക്കുമ്പോൾ എന്താ പ്രശ്നം, ഈ പാരൻസിന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഈ കൊച്ചു പിള്ളേരുടെയൊക്കെ പാരൻസിന്റെ അടുത്താണ്. നിങ്ങൾ ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് പ്രാന്തല്ലടെ ഉള്ളത്. ആദ്യം അത് മനസ്സിലാക്കണേ. എല്ലാവർക്കും ഉണ്ട് ഈ പറയുന്ന ടെൻഷൻ. ഞാൻ പറയേ, നമ്മുടെ വീട്ടുകാർ പറഞ്ഞ ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് എനിക്ക് ഒരു തെറപ്പിക്കും പോകേണ്ട ആവശ്യം വന്നില്ല എന്ന് പറയും. അത് വലിയ എന്തോ ക്രെഡിറ്റ് ആയിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. കാര്യമായിട്ടും ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചിലർക്ക് ചിരി വരും. എന്നിട്ട് ഇവരൊക്കെ മറ്റേ 1-നും 2-നും മറ്റേ ഭാര്യയെ തള്ളക്കി വിളിക്കുന്ന ഭർത്താവിനെ കുനിച്ചേർത്ത് ഇടിക്കുന്ന ഭാര്യയായിരിക്കും. അവരാണ് പറയണത്, ഞാൻ ഇത്രയൊക്കെ വളർന്നിട്ട് എനിക്കൊരു പ്രശ്നമില്ലല്ലോ, ഞാൻ എന്ത് റിലാക്സ്ഡ് ആണ് ഞാൻ ഗൈസ് എന്ന് പറയും. അവരെ റിലാക്സേഷനാണ് നമ്മളൊക്കെ ഈ കൊച്ചിലിരുന്ന് കണ്ടിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ദ തിങ്. നമുക്കൊരു സംഭവം
നമുക്ക് എവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. സത്യമായിട്ട് അത് അങ്ങനെയാണ്. അത് എന്തിനാണ് സംഭവം എന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. ഇഫ് യു ആർ റോങ്, ഇഫ് യു ഹാവ് സം കൈൻഡ് ഓഫ് എ പ്രോബ്ലം, ട്രൈ ടു അക്നോളജ് ദാറ്റ്. അത് നിങ്ങൾ സ്വന്തമായിട്ട്. ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അളിയാന്ന് അപ്പുറത്തുള്ളവന്റെ അടുത്തല്ല ചോദിക്കാനുള്ളത്, സ്വന്തമായിട്ട് അറിഞ്ഞുകൂടെ? നിനക്ക് നിന്നെ അറിഞ്ഞൂടെ? അപ്പൊ നീയായിരിക്കണ്ടേ നിന്റെ ഏറ്റവും ബെസ്റ്റ് എന്താ പറയാ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആള്. ഇപ്പൊ ആസ് വി സ്പീക്ക്, ഇപ്പൊ ഞാനിപ്പോ ഒരുപാട് സ്ട്രെസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പുറമേന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എവരെന്തൊരു പ്രശ്നം, വീഡിയോ ഇടുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു, ലക്ഷക്കണക്കിന് കാശുണ്ടാക്കുന്നു. ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വി ഗോ ത്രൂ. ഞാനൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ടൈമിൽ കൂടെ ഇങ്ങനെ റെയിൽവേയിൽ പോകില്ലേ, അതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലൈക്ക് ഓക്കെ, ഐ വോണ്ട് ടു ടോക്ക് ടു സമ്മൺ. എനിക്കൊരു തെറപ്പി സെഷൻ എടുക്കണം. ഞാനിപ്പം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിങ്ങനെ ഇതിനെ നോർമലൈസ് ചെയ്യേണ്ടതൊക്കെ വേറെ സമയം കഴിഞ്ഞല്ലേ അതിൻ്റെയൊക്കെ. അതാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിൽ കൂടെ തന്നെ അത് പറയണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചത്. ഫ്രം ദ വെരി യങ് ഏജ്, ഇഫ് യു ഫീൽ ദാറ്റ് okay, there is something wrong in what I think. ഇപ്പോ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, അതായത് മറ്റേ ടീനേജേഴ്സ് മറ്റേ ഹോർമോണൽ ചേഞ്ചസിനെ പറ്റിയല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഇഫ് യു ആർ ഗോയിങ് ത്രൂ സംതിങ് വേ ഹൈ ദാൻ ദാറ്റ്, അതായത് അതിക്കും മേലെ ഒരു സംഭവത്തിൽ കൂടെ ചില തോട്ട്സ് വരുന്നു, ചില ഡാർക്ക് ആയിട്ടുള്ള സാധനങ്ങൾ തിങ്ക് ചെയ്യുന്നു, ഇഫ് യു ഫീൽ ലൈക്ക് ഹേർട്ടിങ് യുവർ സെൽഫ്, അങ്ങനെയൊക്കെ വരുമ്പോൾ യു ഹാവ് ടു ടോക്ക് ടു യുവർ പാരൻസ്. ആൻഡ് ഞാൻ ഈ പിള്ളേര് പോയി പാരൻസിന്റെ അടുത്ത് പറയുമ്പോൾ അവർക്കും കുറച്ച് ബോധം വേണം. അവരും പറയണം, ആണോ, ഓക്കെ, ലെറ്റ്സ് ഗോ, ഈ സാധനമാണ്. അല്ലാതെ എന്താണോ പ്രശ്നം, ഞാൻ എൻ്റെ അടുത്ത് പറയും, ഞാൻ നിനക്ക് തരാം സൊല്യൂഷൻ. നിങ്ങൾ സൊല്യൂഷൻ തരും, നിങ്ങൾ ആരും സൈക്കോളജിസ്റ്റ് പഠിച്ചിട്ടുള്ള ആളെങ്കിലാണ്? അല്ലല്ലോ. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ സെൽഫ് എന്തിനു പറയല്ലേ, നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഇതാണ് പ്രശ്നം എന്ന് പറയണതിനെ കാട്ടിലും ഒരുത്തമുണ്ട് കേപ്പബിൾ ആയിട്ട്, അവൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ അവൻ പറഞ്ഞു തരും, എടേ നിന്റെ പ്രശ്നം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓക്കെ അടിക്കുന്നതല്ലേ നല്ലത്. അതാണ് മെയിനായിട്ടും എനിക്ക് ഇന്നത്തെ ഈ സാധനത്തിൽ പറയാനുള്ളത്. ഇറ്റ്സ് ഹൈ ടൈം. ആൻഡ് ഞാൻ പറയും, ഇന്ന് ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഇപ്പൊ ഫഹദ് ഫാസിൽ ADHD ഡയഗ്നോസ് ചെയ്തു. അപ്പൊ അതാണ് പറഞ്ഞത്. അതേപോലെ പലർക്കും നമ്മൾ കൊച്ചിലെ തന്നെ ഈ പറയുന്ന ADHD ഒക്കെ വരെ, അതായത് ഒരു സാധനത്തിന് ഫോക്കസ് ചെയ്യാനായിട്ട് പാടായിരിക്കും. ഞാൻ ADHD ആണ്, എനിക്ക് ഉറപ്പാണ്. എനിക്കൊരു സാധനത്തിൽ, അതായത് നമ്മളൊരു സാധനത്തിൽ ഒന്നും ഇരിക്കൂല. നമ്മളെ മനസ്സ് പലർത്തും ഇങ്ങനെ വാൻഡർ ചെയ്ത് നടക്കും. അതാണ് ഈ ADHD എന്ന് പറയുന്നത്. മോശ കാര്യമാണ്. നിങ്ങൾ ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? അതായത് ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല, നമ്മുടെ മനസ്സ് വേറെ പലയിടത്തും പോവും, നമ്മൾ വേറെ പലതും ചെയ്യാൻ പോവും. അതാണ് ADHDയുടെ വൺ ഓഫ് ദ സിംറ്റംസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ 10 പേര് ആലോചിക്കും, ഞാനും ഇങ്ങനെയാണല്ലേ എന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എല്ലാവരും ലിറ്ററലി എവരിബഡി ഷുഡ് റിയലി ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ മെന്റൽ ഹെൽത്ത് ആൻഡ് യുവർ ഫിസിക്കൽ ഹെൽത്ത്. ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ? ആ ഹെൽത്തിൽ ഈ പറഞ്ഞ 2 സാധനവും വരും. ഇവിടെ തലച്ചോറിലുള്ളത്, തലച്ചോറിന്റെ നമ്മൾ റിലാക്സ് ചെയ്യണം. അവിടെ എപ്പം നോക്കിയാലും ജ്വാലി 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോ. ഹൈ ടൈം. വെറുതെ ഗോവ ഇടയ്ക്ക് ഇവര് ഫീൽഡ് ട്രിപ്പ് തരുമ്പം ഗോവയിൽ പോയിരുന്ന് വെള്ളം അടിക്കണതല്ല, അത് ഞാൻ പറയുന്നത് യു ഹാവ് ടു ഹാവ് എ ബാലൻസ് ഇൻ വർക്ക് ലൈഫ്. വർക്കായാലും സ്റ്റുഡൻസ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും എല്ലാവരും അവര് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ കൂടെ തന്നെ പോകണം. ഞാൻ ഇപ്പൊ റിലേഷൻഷിപ്പ് ഫോർ എക്സാമ്പിൾ, ഈ ചിലവരൊക്കെ പറയും റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ. റെഡ് ഫ്ലാഗ് ഈസ് എ റെഡ് ഫ്ലാഗ്. ഇപ്പോഴത്തെ ഒരു പുതിയ ഇതാണ്. നമ്മൾ കുറച്ചുപേരും കൂടെ ആൾക്കാർ പറയും ടോക്സിക് ഗേൾ ഫ്രണ്ട്, ടോക്സിക് ബോയ് ഫ്രണ്ട് എന്നും പറയാം. മനസ്സിലായില്ല? അതായത്
നമ്മളായി കാണാതെ വേറൊരാളായി മാറണം എന്ന് പറയുന്ന ആളാണ് ടോക്സിക്. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഇപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി എന്നെ ഞാനായി അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഇങ്ങനെയായിരുന്നു, എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഇങ്ങനെയായിരുന്നു, അവൾ അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്ന ചെറുക്കന്മാരും പെണ്ണുങ്ങളും, അത് രണ്ട് സൈഡും ഉണ്ട് കേട്ടോ. ഈ വെറുതെ ആണുങ്ങൾ അടിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. പിന്നെ വെറുതെ പൂരത്തെറി വിളിക്കുക, കൺസെന്റ് ഇല്ലാതെ മറ്റേ നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഇടപെടുക, ഇതെല്ലാം റോങ് ആണ്. ഇതൊക്കെ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ, ഞാൻ എന്തും ചെയ്യും അവള്. എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യണം. ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ പ്രോപ്പറായിട്ട്, ഞാൻ പറയാം, വി ഹാവ് ടു സീ ദാറ്റ് പേഴ്സൺ, ദി അതർ പേഴ്സൺ ആസ് എൻ ഇൻഡിവിജ്വൽ. അത് വേറൊരു വ്യക്തിയാണ്, നമുക്കറിയില്ല ആ വ്യക്തിയെ. വി ആർ ട്രൈങ് ടു ഫിഗർ ദാറ്റ് പേഴ്സൺ ഔട്ട്. നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇവ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, വി ആർ ലൈക്ക് ദിസ്, ഓക്കെ, വി ആർ ലൈക്ക് ദിസ്, ഓക്കെ, ആർ വി കോമ്പാറ്റബിൾ? ഇഫ് ഇറ്റ് ഇസ് നോട്ട്, ലീവ്. അല്ലെങ്കിൽ അല്ല, വിടുക, കഴിഞ്ഞ്. നിങ്ങളെ ലോകം ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. ഞാൻ ഇത് ഓരോ ആൾക്കാർക്ക് പറയുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ റിലേഷൻഷിപ്പിന്റെ സീനിൽ ഒരു പെൺകുട്ടി ഒരു കടുങ്കൈ ചെയ്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ലോകത്തിലെ അവസാനത്തെ വ്യക്തിയല്ല നിങ്ങളെ വിട്ടിട്ട് പോയത്. ഈ ഒരു ജീവിതം ഒരാൾക്കും നിങ്ങൾ ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കരുത്. അതായത് യു ഷുഡ് ലിവ് യുവർ ലൈഫ് ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അല്ലാതെ എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞു എൻ്റെ ജീവിതം തീർന്നു. ആരുടെ പറഞ്ഞ നിങ്ങളുടെ ജീവിതം തീർന്നു എന്ന്? എത്രയോ പേര് ഇവിടെ ബ്രേക്കപ്പ് ആയിട്ട് ജീവിതം ജീവിച്ച് നടക്കുന്നു. എന്താ അവൻ ചെയ്ത കുറ്റം? ദാറ്റ് ദേ ഹാവ് ടച്ച്ഡ് യു. കൺസെന്റ് ആയിട്ടല്ലേ ചെയ്തത്? അല്ലെങ്കിൽ പ്രണയിച്ചിട്ട് കല്യാണം കഴിക്കാന്ന് വാഗ്ദാനം തന്നു. ആൾക്കാർക്ക് ഞാൻ അന്ന് വേറൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ട്. അത് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമാൻഡ് അത് ഫോളോ ചെയ്തോളൂ. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഇന്ന് തോന്നുന്നതല്ല നാളെ തോന്നുന്നത്. എനിക്ക് ഇന്ന് ഈ നിമിഷം തോന്നുന്നതല്ല ഞാൻ അടുത്ത നിമിഷം പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹൗ അവർ ബ്രെയിൻ വർക്ക്സ്. വി ആർ അൺപ്രഡിക്റ്റബിൾ. ഹ്യൂമൻ ബീങ്സ് ആർ അൺപ്രഡിക്റ്റബിൾ. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഏത് ലാംഗ്വേജ് സംസാരിച്ചാലും ശരി, അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് സംസാരിച്ചാലും, ഞാൻ ഇപ്പൊ പറയണ ഒരാളടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ പറയണേ എനിക്ക് തെണ്ടിയ കണ്ണിട നേരെ കണ്ടുകൂടാന്ന്. ദാറ്റ് ഈസ് ഹൗ തിങ്സ് ആർ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, എവ്രിതിങ് വി ഹാവ് ടു ഇവാലുവേറ്റ്. നമ്മൾ അത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇപ്പൊ എല്ലാവരും പറയും, ഇപ്പൊ എല്ലാവരും ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതും, എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, എൻ്റെ അങ്ങനെ അല്ല. കുറച്ച് കാര്യങ്ങളുണ്ട് ബേസിക് ആയിട്ട് ചെയ്യാനുള്ള. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് ഇമ്പോർട്ടൻറ്റ്. സെൽഫിഷ് ആവാനല്ല പറയണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് ആദ്യത്തെ പ്രയോറിറ്റി. ബാക്കിയുള്ളവർ നമ്മുടെ ലൈഫിൽ വരുന്നു. ലെറ്റ് ദം, ഇഫ് ദേ ആർ ഗോണ സ്റ്റേ വിത്ത് us, വെൽ ആൻഡ് ഗുഡ്. ഇഫ് ദേ ആർ ഗോണ ലീവ്, ഓർ ഇഫ് യു തിങ്ക് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഈ പറയുന്ന റിലേഷൻഷിപ്പ് നിങ്ങളെ ഡ്രാഗ് ചെയ്യണമെങ്കിൽ ദർ ഇസ് നോ പോയിന്റ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാവരും, എനിത്തിങ് ഇൻ ദിസ് വേൾഡ്, നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ യു ബോത്ത് ഹാവ് ടു ബി ഓൺ ദ സെയിം ഫ്രിക്കിൻ പേജ്. ഒരേ പേജിൽ ഇങ്ങനെ നിൽക്കണം. അതായത് ഫോർ എക്സാമ്പിൾ, കുറച്ച് അഡൽട്സ് ഉള്ള പരിപാടിയാണ് പറയാൻ പോകുന്നത്. സോ കേൾക്കേണ്ടവർക്ക് കേൾക്കാം, ഇല്ലാത്തവർക്ക് അടിച്ചു കളയാം. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ടൈപ്പ് ഓഫ് കിങ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം, വെൻ ലൈക്ക് ദർ ഇസ് ഒരു ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധനം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ പറയണത് ചെവിയിൽ ഉമ്മ വയ്ക്കുക. ഞാൻ വളരെ ഇത്തിരി എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് അല്ലാതെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചെവിയിൽ ഉമ്മ വയ്ക്കുന്നു. അതായത് ചുണ്ടി വെക്കുന്നതിനെക്കാട്ടി എനിക്ക് ചെവിയിൽ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ എന്തോ പോലത്തെ ഒരു ഫീലിംഗ് ആണ്, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആളും അതേ സെയിം പേജിലായിരിക്കണം. അല്ലാതെ ആ പെൺകൊച്ചിനെ ആൺകൊച്ചിനെ മാനിപ്പുലേറ്റ് ചെയ്യരുത്.
അതായത് ആദ്യം ഇങ്ങനെ ചോദിക്കടാ എനിക്ക് ഞാനൊന്ന് ചെവി ഉമ്മ വെച്ചോട്ടെ എന്ന് പറയുമ്പോൾ ആ പെൺകുച്ചി പറ്റൂല, എനിക്ക് ഇഷ്ടമല്ല, അത് അയ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യാണ്. അത് ഇങ്ങനെ കുറെ എണ്ണം വന്നിരുന്നിട്ട് ഇതിനെ മാനിപ്പുലേറ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചെവി ഉമ്മ വയ്ക്കുന്നതാണ് ഇഷ്ടം, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഈ ചെവി ഉമ്മ വയ്ക്കുന്ന പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതിൽ പല സാധനങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നെവർ മാനിപ്പുലേറ്റ് എ പേഴ്സൺസ് ചോയ്സ്. ഒരാൾക്ക് ഇന്ന സാധനം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഇന്ന സാധനം ഇഷ്ടമല്ല അത്ര തന്നെ, അതങ്ങ് വിടുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ കോമ്പാറ്റബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലാതെ വേറൊരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് അയാളെ ആ വേറൊരു വ്യക്തിയായി മാറ്റരുത് ഒരിക്കലും. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് എല്ലാത്തിലും ഞാൻ പറയും. ദാറ്റ്സ് വൈ ഐ ആം സെയിങ്, ഞാൻ വളരെ സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്, മെന്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എനിത്തിങ്. നമ്മൾ എല്ലാത്തിലും ഒരു ബാലൻസ് കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ ഫാമിലി ലൈഫ് ആണെങ്കിലും, നമ്മുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും, നമ്മുടെ വർക്ക് ലൈഫ് ആണെങ്കിലും, എല്ലാത്തിനും ഒരു ബാലൻസ് ആയത് തന്നെ കൊണ്ടുപോകണം. 10 പ്രാവശ്യം ആൾക്കാർ പറയും ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യണം, സത്യമാണ്. 10 പ്രാവശ്യം ചിന്തിച്ച് എന്നിട്ടും നമ്മൾ പോയി കുഴിച്ചാടും. അത് വിധി. അതൊന്നും നമുക്ക് തടുക്കാൻ പറ്റില്ല ഗൈസ്. അതെല്ലാം ഇപ്പൊ ചിലവന്മാര് വന്നപ്പോ പറയും, കട്ട ഏത്തിസ്റ്റുകളൊക്കെ ഒന്ന് പറയും അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വിധി നമ്മൾ ഉണ്ടാക്കും, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ 21 വയസ്സിൽ പണക്കാരനാവണം. എന്റെ വിധി ഞാനാണ് നോക്കിയിരുന്നെങ്കിൽ. അതാണ് പറഞ്ഞത്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് റൈറ്റ് ഡിസിഷൻ വിച്ച് വി ടേക്ക്. ഞാൻ പല സാധനങ്ങളും നമ്മുടെ തലയിൽ കൂടെ പോകും. ആദ്യമൊക്കെ ഞാൻ പൈലറ്റ് ആകണമെന്ന് വിചാരിച്ചു നടത്തുന്നതാണ് ഞാൻ പൈലറ്റ്. ഫിസിക്സിന്റെ 2 പുസ്തകത്തിലെ 2 ചാപ്റ്റർ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പുല്ല് എന്റെ ജീവിതത്തിൽ നടക്കൂല. പിന്നെ ഒരു ആഗ്രഹം, പണ്ട് കൊച്ചിലെ തൊട്ട് ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന്. വരാനക ഇതാണ് അന്ന് തൊട്ട്. അതാണ് ഈ സിനിമാ ഭ്രാന്ത് എനിക്ക് കയറണം. ഏത് പടവും കാണും, ഏത് പടവും ഇരുന്ന് കാണും, അങ്ങനെയൊന്നും എന്തും ഇരുന്ന് കാണും. അങ്ങനെ സിനിമാ മോഹിയാണ്. അതുകൊണ്ട് അന്ന് തൊട്ടും ഉണ്ടായിരുന്നു. പിന്നെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ വലുതായപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചിലെ ഇരുന്നപ്പോൾ വലുതാവണമെന്നായിരുന്നു ആഗ്രഹം. വലുതായതിനു ശേഷം വലുതായപ്പോൾ എൻ്റെ വന്നോ വീട്ടിൽ ഇരിക്കാൻ പറ്റൂല. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ധനുഷിന്റെ പടം പോലെയാണ്, ദണ്ടച്ചോറ്. അതാണ് സാധനം. നിനക്ക് ജോലിക്ക് പോയിക്കൂടെ, നിനക്ക് മറ്റത് പഠിച്ചൂടെ, നിനക്ക് ഇത് പഠിച്ചൂടെ, നിനക്ക് അത് ചെയ്തൂടെ. പിന്നെ നമ്മൾ ജോലിക്ക് പോയിട്ട് ജോലി തണ്ടാൻ തുടങ്ങി. ഞാൻ ഈ ദുബൈയിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഞാൻ ആദ്യം എൻ്റെ സ്കൂളിംഗ് മൊത്തം കഴിഞ്ഞ് BBA രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈ സയൻസ് നമ്മുടെ കൊച്ചിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ സിനിമയിൽ ഇറങ്ങാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. ഞാൻ സത്യമായിട്ടും ഞാൻ വിചാരിച്ചു അഭിനയം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛൻ ഞാൻ പോയി കണ്ടിട്ട്, അവള് ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഞാൻ അപ്പോൾ അവളെ സെൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടി പോണേണ്. എന്നിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു, മോനെ എന്താ മോനെ ഭാവി പരിപാടി? അപ്പൊ ഞാൻ പറഞ്ഞു, മകളെ ഞാൻ സിനിമയിൽ ഇറങ്ങാൻ പോണെങ്കിലെ എന്നെ ഇനി ആർക്കും തടുക്കാൻ പറ്റില്ല. പുള്ളിക്കാരി അപ്പൊ പറഞ്ഞു, മോനെടാ ഒരു MBA ഒക്കെ മിനിമം ഇടുക കേട്ടോ, എന്നിട്ടൊക്കെ ഇതിലോട്ട് ഇത് ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞു പുള്ളി സംസാരിച്ച് നെഗടിച്ച് ഞാൻ മെന്റലായി. ഞാൻ അന്ന് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാന്ന് തീരുമാനിച്ചു. ഭയങ്കര സ്ട്രോങ് ഡിസിഷൻ മേക്കർ ആയിരുന്നു അന്ന്. ഞാൻ അന്ന് ആലോചിക്കും, ഞാൻ എന്തിനാ അത് ലിസൺ ചെയ്തത്? മര്യാദയ്ക്ക് ഞാനൊരു സാധനം അന്ന് സെറ്റ് ചെയ്തതായിരുന്നു. മര്യാദയ്ക്ക് അന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നേനെ എന്ന് ഞാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആവൂലായിരുന്നാണ്. എന്താണെങ്കിലും അതാ ഞാൻ പറഞ്ഞ, വിധിയെ തടുക്കാൻ പറ്റില്ല മക്കളെ. യു കാൻറ്റ്. ആൻഡ് അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാനായി ഞാൻ ദുബായിൽ വരുന്നതും. ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് വൊളോങ്കോങ് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കാൻ കയറി. അന്ന് തൊട്ട്, അതായത് ആ പഠിക്കാൻ കയറിയ അന്ന് തൊട്ട് എൻ്റെ വീട്ടുകാരെ പറഞ്ഞു കേട്ടോ, നീ അവിടെ പോകുമ്പോൾ അവിടെ ഒരു ജോലി ചെയ്തിട്ട് ബാക്കിയുള്ള ഫീസ് നീ അടച്ചു തീർക്കണമെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പോയത്. ഇവിടെ വന്ന് അന്നത്തെ ദിവസം തൊട്ട്, അതായത് ഇവിടെ ഇറങ്ങി അന്ന് തൊട്ട് ഞാൻ ജോലി ഉണ്ടാൻ തുടങ്ങിയതാണ്. എനിക്ക് ജോലി എന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ദുബായിൽ. ഭയങ്കര പാടായിരുന്നു. അവസാനം വീട്ടുകാർ തന്നെയാണ് എനിക്ക് കാശ് അയച്ച് ഞാൻ കുറേയൊക്കെ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൊമോട്ടർ ജോലിക്ക് പോകും. ഇവിടെ ജൈടെക്സ് പോലത്തെയൊക്കെ ഒരു വലിയ ടെക് പരിപാടിയൊക്കെ വരുന്ന സമയത്ത് സാംസങ്ങിന്റെ ഫോൺ ക്യാമറയൊക്കെ പ്രൊമോട്ടർമാരെ വിളിക്കും പിള്ളേരെ.
അതിൽ ഞാൻ പോയിരുന്നിട്ട് ദിസ് ഇസ് ഗ്രേറ്റ് ക്യാമറ, ദിസ് ഇസ് ഗ്രേറ്റ്, ദിസ് ഇസ് അമേസിംഗ്, ലുക്ക് അറ്റ് ദ സൂം എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിച്ച് ആൾക്കാരെ കൊണ്ട് മേടിപ്പിച്ച് അങ്ങനെ 3500 രൂപ കിട്ടും. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ. അന്ന് 3500 ദർഹമാണ് ഈ പറയുന്ന ജൈറ്റെക്സിന്റെ 3 ദിവസത്തെ പരിപാടിക്ക് അവർ തരണത്. അങ്ങനെ പ്രൊമോട്ടർ പരിപാടി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു HR ഫേമിൽ ഞാൻ വർക്ക് ചെയ്യാൻ കയറി. ഒരു ഇന്റേൺഷിപ്പ് ആയിട്ടാണ് കയറി, ഒരു 3 മാസം. അന്ന് എനിക്ക് 3000 ദർഹമാണ് ശമ്പളം. ഒന്നുമില്ല, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HR ഈ നോക്കറി.com നമുക്കൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ തരും. അത് വെച്ചിട്ട് നമ്മൾ കാൻഡിഡേറ്റ്സിനെ നോക്കറി.com monster.com എന്നൊക്കെ എടുക്കണം. അപ്പൊ അതാണ് അങ്ങനെയൊക്കെ ഒരു ജോലി ചെയ്ത എൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ റീറ്റെയിൽ ഇതിലോട്ട് കയറി, സെയിൽസിൽ റീറ്റെയിലിൽ കയറി. പിന്നെ അതുവരെ ഞാൻ സ്ട്രഗിൾ ആയിരുന്നു. എടോ എൻ്റെ പൊന്നു ബ്രോ, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരുടെ ഞാൻ പറയാം, ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, എനിക്കെന്താടാ ജോലി കിട്ടാത്തത്, എനിക്ക് എന്ത് പറ്റിയ ഇതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറയേണ്ടത് കൂട്ടുകാരന്മാരുടെ അടുത്ത് അല്ലായിരുന്നു. സത്യം പറഞ്ഞ അവര് പറയുന്നത് എല്ലാം ശരിയാവും എന്നെല്ലാം അല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ ആലോചിക്കാറുണ്ട്, ഇവിടെ ആ സ്ട്രഗ്ലിങ് പീരീഡിലൊക്കെ ഒരു തെറപ്പി സെഷനൊക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചൊക്കെ എനിക്ക് അവർ പറഞ്ഞു തന്നിട എങ്ങനെ ഈ സാധനത്തിനെ ഹാൻഡിൽ ചെയ്യണം, നിങ്ങൾ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ നമുക്കൊരു നല്ല ഗൈഡൻസ് കിട്ടിയാണ്. എവിടെ ആര് ചിന്തിക്കാൻ, നമ്മുടെയൊക്കെ മൈൻഡിൽ മറ്റതല്ലേ, സൈക്കോളജിസ്റ്റിനെ കാണാൻ പോണവൻ ഭ്രാന്തനാണ്. അങ്ങനത്തെ ഒരു ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ കൂടെയാണ് ഞാൻ പോയി. പിന്നെയാണ് എനിക്ക് ബോധം വെച്ചത്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അത് ബോധം വെച്ച എപ്പോൾ 30-ാമത്തെ വയസ്സിൽ. അത് ഞാൻ ഈ പറയണ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് ഒരു പോയിന്റ് എത്തപ്പോ എനിക്ക് വ്യൂസ് വേണ്ടി ഞാൻ വ്യൂസിന് എന്തും ചെയ്യും. ബിക്കോസ് വ്യൂസ് ഇസ് ഈക്വൽ ടു മണി. ഞാൻ എൻ്റെ കാശ് ഉണ്ടാക്കുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. അതായത് വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങും. എനിക്ക് ഒരു പിരി ഇളക്കം പോയി. അതായത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അയ്യോ വ്യൂസ് കുറഞ്ഞു, 10,000 കുറഞ്ഞു, 1,00,000 ഇത് കണ്ടോളൂ, ഞാൻ ഒരു 10 വീഡിയോ കൂടെ ഇടാം, ഈ അവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ തെറപ്പി പോയി എടുത്തപ്പോൾ അമ്മമാര് പറഞ്ഞു തന്നടേ, നീ എന്ത് വെച്ചിട്ടാണ് ഈ സാധനം തുടങ്ങിയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ആദ്യം. ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമായിരുന്നു, അങ്ങനെയാണ് ഞാൻ. ഇപ്പൊ എന്ത് പറ്റിപ്പോയി, വലിയ ചോദ്യമാണ്. ഇപ്പൊ എന്തോന്നു അപ്പൊ അത് അങ്ങനെ നമ്മൾ റിയലൈസ് ചെയ്ത് നമുക്ക് തൈ തരും. അതാണ് ഞാൻ ഇപ്പൊ ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. അതാണ് നമുക്ക് ചില സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റും, പക്ഷെ ചില സംഭവം നമ്മളെ കയ്യിൽ നിൽക്കൂല. ആ സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ടേക്ക് പ്രോപ്പർ മെഷർമെന്റ്സ് ഇൻ ലൈഫ് റദർ ദെൻ റിലൈങ് ഓൺ പീപ്പിൾസ്. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ഞാൻ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫ് പോലെ തന്നെയാണ്. ഇറ്റ്സ് വെരി സ്ട്രഗിൾ. ഇപ്പൊ എന്നെയൊക്കെ കാട്ടിലും കഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളാണ്, മനസ്സിലായി. ഇന്ന പ്രശ്നമൊന്നുമല്ല, പല ആൾക്കാർക്കും പല രീതിയിലുള്ള സ്ട്രഗിൾസ് ആണ്. ഇപ്പൊ പൈസ ഉള്ളവന് പ്രശ്നമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനും കാണും ഇവിടെ പ്രശ്നം, അത് വേറെ വല്ലതും ആയിരിക്കും. ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ട് പ്രശ്നം. നമ്മള് ഒരു വലിയ ഇപ്പൊ അംബാനിയുടെ മറ്റേ മോന്റെ കല്യാണം നമ്മൾ കണ്ടിട്ടു അവരൊക്കെ എന്തൊരു ജീവിതം എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ ജീവിതം വേറെ വല്ലതും ഒക്കെ ആയിരിക്കും. അതാണ് പറയുന്നത്, നമ്മളെ സന്തോഷം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വലിയ ഡിക്ഷണറിയുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വേർഡ്, ഒരു കിടിലൻ വേർഡ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വേർഡ് കണ്ടുപിടിക്കണ പോലെയാണ് ഹാപ്പിനെസ്. ഇടയ്ക്കിടയ്ക്ക് വരും, അത് ചെറിഷ് ചെയ്യുക. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ സ്ട്രഗിളിങ് ആണ്ടേ. ഹൗ ടു സർവൈവ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ ഈ 3 നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം ലക്ഷറി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഇങ്ങനെ എണീച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് എനർജി വേണം. കാർബോഹൈഡ്രേറ്റ്സ് ഇന്ന് വേറെ ലാംഗ്വേജ് ഇതിൽ പറയും, ന്യൂട്രീഷൻ ടേം. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സിന് ഫുഡ് അടിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ വി ഓൾ ലിവ് ടു ഫുഡ് അടി. വി ഹാവ് ടു സർവൈവ്. ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പലതും ചെയ്യാം. ബാക്കിയുള്ള എന്റർടൈൻമെന്റിന് നമുക്ക് ഹെൽത്ത് വേണം. ഹെൽത്തിനപ്പം എന്താ വേണ്ടത്? ഫുഡ് വേണം. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, എനർജി വേണം. അതെവിടെ നിന്നാണ് വരുന്നത്? ഫുഡ്. പാട്ടിന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളെല്ലാവരും സർവൈവ് ചെയ്യുകയാണ് ഈ ലോകത്ത്. അത്രേ ഉള്ളൂ. പണക്കാരനായാലും ശരി, പാവപ്പെട്ടവനായാലും ശരി, ഏവനാണെങ്കിലും ശരി, വി ആർ ഓൾ സർവൈവിങ് ഇൻ ദിസ് വേൾഡ്. എങ്ങനെയൊക്കെയോ. ചിലവരെയൊക്കെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നു, ചിലവരെയൊക്കെ വേറെ പലതും ചെയ്ത് ജീവിക്കുന്നു, ചിലവരൊക്കെ 9 to 5 ജോബ്, അതും
ഒരു ഷിഫ്റ്റ് ബ്രേക്ക് പോലും ഇല്ലാത്ത ജീവിതം വരെ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മളുള്ളത്. സോ നമ്മൾ എൻ്റെ പ്രശ്നം വലുതാണ്, നിന്റെ പ്രശ്നം വലുതാണെന്നൊന്നും ഇവിടെ ആരും അളക്കണ്ട. നമുക്ക് എല്ലാവർക്കും എവ്രി വൺ ഹാവ് പ്രോബ്ലംസ്, ഇൻ ഓർ ഔട്ട്. നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആ പ്രോബ്ലത്തിൽ നിന്നും എങ്ങനെ ഒഴിവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ഓവർ എക്സേർട്ട് ചെയ്ത് ജീവിക്കരുത്. മനസ്സിലായില്ലേ? അതായത് ഓക്കെ, ദിസ് ഇസ് യുവർ ലൈഫ് ആൻഡ് ദിസ് ഇസ് യുവർ അംബിഷൻ, ഫോക്കസ് ഓൺ ദാറ്റ്. ഇടയിലുള്ള ഈ കോംപ്ലിക്കേഷൻ, ചില സാധനങ്ങൾ നമ്മൾ വിളിച്ചിങ്ങനെ വാ കമോൺ എൻ്റെ ലൈഫിലോട്ട് കോംപ്ലിക്കേഷൻ പ്ലീസ് കം എന്ന് പറയും. അതിൻ്റെ ആവശ്യം എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർ വിത്തൗട്ട് ഹെൽത്ത് ദേ ആർ ഡ്രിങ്കിങ്, ദേ ആർ ടേക്കിംഗ് ഡ്രഗ്സ്, ദേ ആർ ഡൂയിങ് ദിസ്, ദേ ആർ ഡൂയിങ് ദാറ്റ്. അവരിങ്ങനെ ചെയ്യുന്നു, അവരങ്ങനെ ചെയ്യുന്നു, അവരങ്ങനെ ചിന്തിക്കുന്നു, വേറൊരുത്തനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചിന്തിക്കുന്നു, വേറൊരുത്തനെ പറ്റിക്കാൻ നടക്കുന്നു. നെവർ ബി ലൈക്ക് ദാറ്റ്. ചിലപ്പോൾ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും സന്തോഷമോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. നമുക്കൊരിക്കലും ആ ഒരു വ്യക്തിയുടെ പൊസിഷനിൽ നിന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു വി ഡോണ്ട് വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ സീൻ, ഇല്ലേ? സോ യാ, പ്ലീസ് അവോയ്ഡ് ഓൾ ദീസ് ഡ്രഗ്സ്. വർത്തന്മാര് അതിനെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ വരുവടെ. ഒന്നും പറയല്ല കേട്ടോ നിങ്ങളെ. പൊന്നെണ്ണ നമിച്ചി ഇങ്ങനെയാണ നിങ്ങൾ മൂക്കിപ്പൊടി മറ്റേ വലിച്ചേറ്റണ സാധനത്തിനെയൊക്കെ ന്യായീകരിക്കണത്. കഞ്ചാവ് is like nature's thing, bro എന്നൊക്കെ പറഞ്ഞ my god bro, doesn't matter. എന്തോ എനിവേസ്, I'm just saying, ബാക്കിയുള്ളത് it's your choice, definitely. yes തൊലയ്ക്കുക ജീവിതം, നിന്റെയൊക്കെ ജീവിതം തൊലയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതം തന്നെയാണ്. ഓബ്വിയസ് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ജീവിതം, ഇതൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു വാക്ക് പറയണം എന്നുണ്ട്, അത്രയും പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ യാ, അപ്പം അതാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ പറ്റി എനിക്ക് ചെറുതായിട്ട് പറയാനുള്ളത്. ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഫ് യു ഫീൽ ദറ്റ് യു നീഡ് ഹെൽപ്പ്, ഡോണ്ട് ഹെസിറ്റേറ്റ്, പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ്, ജസ്റ്റ് പുഷ് ഫോർവേഡ്. നിങ്ങൾ വെറുതെ ഇത് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നിസ്സാരം, ഇതിൻ്റെയൊക്കെ അപ്പുറം കണ്ടവനാണ് ഈ KK ജോസ് എന്ന് പറയുന്നത്. JK ജോസിന്റെ അടി വരെ തെറ്റി പടയം നിറച്ചെന്ന് വീണ കണ്ടില്ലേ? അതൊക്കെ പഠിക്കേണ്ട സാധനങ്ങളാണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ട് ചിരിച്ച അയ്യോ ഇന്നസെന്റ് ഏട്ടൻ പടയെന്ന് പറഞ്ഞ് വീണയെന്ന് പറയും. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ഇത്. പുള്ളിക്കാരൻ എന്തും പറ്റുമെന്ന് വെച്ചാൽ പുള്ളി വരെ വീണില്ലേ? അതാണ് നമ്മളെല്ലാവരും വിചാരിക്കണം തന്നെ. ഞാൻ ഇപ്പൊ എസ്പെഷ്യലി ആണുങ്ങൾ, ഏറ്റവും മെൻ എന്ന് പറയുന്നത് അതൊരു വേറെ ഡിസ്കഷനാണ്. ഞാനും ആ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായ? അതായത് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഇതൊക്കെ നിസ്സാരം. നമ്മൾ വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് അടക്കും, എന്നിട്ട് അതിനെ അങ്ങ് കോർക്ക് വെച്ച് അടച്ചിട്ട് ഇങ്ങനെ പ്രഷർ കുക്കറിൽ കയറി അങ്ങ് ഇരിക്കും. വലിയ കാര്യമായിട്ടാണ് ഓരോരുത്തന്മാർ റീലൊക്കെ ഇടണത്. അതിന് എന്തോന്നാണ് അത് വലിയ കാര്യം? ഒരു കാര്യമില്ല. ബോട്ടിലപ്പ് ചെയ്ത് അവസാനം തല ചൂടായി പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. എസ്പെഷ്യലി ഞാൻ ഒരു ബേസിക് സാധനം പറയാം. നമ്മൾ ആരും മറ്റേ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാറുണ്ട്. നമ്മൾ ആണുങ്ങൾ പറയും എനിക്ക് വലിയ കാര്യം, നമ്മൾ മറ്റേ സോപ്പും തേച്ച് കുളിച്ച് മറ്റേ വെറുതെ അങ്ങ് ഇറങ്ങി നടക്കും. കറുത്ത് അത്ര തന്നെ. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണത്. ആ സ്കിൻ ഈ മറ്റേ സൂര്യന്റെ ഇത് വെച്ച് അടിച്ച് സ്കിൻ ക്യാൻസർ വരുമെന്നൊന്നും ആര് പറഞ്ഞുതരാം, അല്ലേ? അത് പറഞ്ഞു തരൂല. ബിക്കോസ് നമ്മള് പെൺകുട്ടികൾക്ക് ഇതിനെ പറ്റി നല്ല അറിവുണ്ട്. ബിക്കോസ് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കും. നമ്മളവിടെ അത് പറയൂല. നമ്മൾ മറ്റേ നീ സൺസ്ക്രീൻ ഇടണെന്ന് പറഞ്ഞാൽ നീ എന്തടേ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് പറയും. ഇതാണ് അവസ്ഥ. ഞാൻ പറയണത് മേക്കപ്പ് ഇട്ട് അടക്കമല്ല, ബേസിക് സാധനം സൺസ്ക്രീൻ. അതായത് സൂര്യന്റെ UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് പറയണത്. ഈ കൈയും കാലും മോന്തയും കഴുത്തും ചെവിയൊക്കെ അങ്ങനെ പറയുമ്പോ മറ്റേ നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്ക, എന്തൊരു വലിയ അപരാധം പറഞ്ഞ പോലെയാണ് ഇമാരൊക്കെ ഇന്ന് ആക്കണത്. അതാണ് വിറ്റടേ.
വല്ലവൻ പറഞ്ഞ് അളിയാ പോട്ടെ അളിയാ, മറ്റേ നീ 2 അടി അളിയാ എന്ന് പറഞ്ഞവൻ ബെസ്റ്റ് ഫ്രണ്ടും, അളിയ നീ ഒരു തെറപ്പി എടുക്കാൻ പറഞ്ഞ മറ്റവൻ ഭ്രാന്തനുമാവും. വല്ല പ്രശ്നമായിട്ട് വന്നിട്ട് അളിയ ഒരു കുപ്പി ഇടളിയ എന്ന് പറയണവൻ ബെസ്റ്റ് ഫ്രണ്ടാണ്. അളിയാടേ നീ തെറപ്പിക്ക് പോകട്ടോ, ഞാൻ വേണമെങ്കിൽ ഒരു ഡോക്ടറിനെ പറയാന്ന് പറഞ്ഞാൽ നീ എന്താണ് അപ്പൊ നിനക്ക് വട്ടുണ്ടല്ലേ എന്ന് അവര് പറയും. ഇങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് നമ്മളിടയിൽ. ഞാൻ അതാണ് പറഞ്ഞത്, ആണുങ്ങളുടെ പ്രശ്നം ആരുടെ പറയാനില്ല. അത് വളരെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു സാധനമല്ല കേട്ടാ, ഉള്ള കാര്യം പറയാം. ഒരു ക്രെഡിറ്റും അല്ല അത്. ഒരു ദിവസം ഇവിടത്തെ നരമ്പ് പൊട്ടും. ഇവിടെ നമ്മുടെ നടുക്കുന്നൊരു നരമ്പ് പോലും തലയിലാണ് പ്രഷർ കയറിയിട്ട്. അതായത് കാര്യം സംഭവമാണ്, ചെറുക്കന്മാരെ തലയിലാണ് ഇപ്പോഴും മറ്റേ ഇത് വീട്ടിലെ അവസ്ഥ, മറ്റത് മറിച്ചത്, പെങ്ങളെ കല്യാണം, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവരുടെ കൈ കാശാടെ എന്ന് പറയും. ഇങ്ങനെ കൊണ്ട് അവസ്ഥയുണ്ട്. അതല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന ഇതാണ്. അപ്പൊ അങ്ങനെ പറയുന്നിടത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നോക്കുക. നിന്റെ കാശില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം വായും തുറന്നിട്ട്. എന്റെ കാശില്ല, എനിക്ക് കാശ് ഒപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു നോ പറയാൻ പോലും ഇപ്പൊ ഉള്ളവർക്ക് പറ്റൂല. വി ആർ ഓൾ, നമ്മൾ അങ്ങനെയാണ്. അപ്പൊ അതാണ് ഞാൻ മറ്റേ ഫേസ് ക്രീമിന്റെ കേസ് പറഞ്ഞ ഉള്ളതാണ് കേട്ടോ. അവിടെ സൺസ്ക്രീൻ ഒക്കെ ഇട്ടാണ് അവിടെ കേട്ടോ ഈ ചൂടത്തൊക്കെ ഉള്ള കാര്യം പറയാം. തേഞ്ഞൊട്ടി ഇരിക്കും എല്ലാം. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വെറുതെ ട്രിപ്പടിയും ഒരു കുപ്പിയിലും തീരുന്ന പ്രശ്നമൊന്നും അല്ലടേ. നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ ആണ് എപ്പോഴും നോക്കേണ്ടത്. ഒരു ടെമ്പററി സൊല്യൂഷൻ എന്നുള്ള കാര്യം വിടുക, ലീവ് ഇറ്റ്. ടെമ്പററി ഈസ് ടെമ്പററി. മറ്റേ കാറിൽ ഒട്ടിക്കൂലേ, അങ്ങനെയൊക്കെ ഭാഷ പറഞ്ഞു തരാണ്, നിന്റെയൊക്കെ മനസ്സിലാവുന്നത്. നമ്മൾ മറ്റേ ടെമ്പററി നമ്പർ പ്ലേറ്റ് ഒട്ടിക്കൂലേ, അതും വെച്ചിട്ട് എപ്പോഴും ഓടിക്കാൻ പറ്റൂല. പെർമനന്റ് നമ്പർ പ്ലേറ്റ് വെക്കണം, എന്നാലേ ഓടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഇപ്പോഴെങ്കിലും മനസ്സിലായ? ആ സൊല്യൂഷനാണ് ഞാൻ ഈ പറയണത്. നിങ്ങൾക്ക് മറ്റേ ബവറാജിന്റെ ക്യൂവിൽ ഇങ്ങനെ നെഞ്ചും വിരിച്ചിരുന്നിട്ട് ക്യാൻസറിനെ വിളിക്കാനുള്ള സാധനം മേടിക്കാൻ വന്നേണ്. എന്തൊരു വിറ്റാണെന്നാണ് ഞാൻ ആലോചിക്കണത്. കോമഡി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ചിലായിട്ടൊന്നും ഇത് കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, നമ്മളുടെ ഹെൽത്താണ്. നിങ്ങൾക്കിത് മെന്റൽ എന്ന് പറയുന്ന പേരുള്ളത് കൊണ്ടാണ് പ്രശ്നമെങ്കിൽ it is also your health. Brain is inside your head, which is on your system. This is the important thing. Okay, nerve and everything come here. Creativity comes from here. Feelings also I think comes from here almost. ഇതിന്റെയും നെഞ്ചിന്റെയും കൂടെ ഒരു ഇതിലായിട്ടിരിക്കും. അപ്പൊ ഈ സാധനം നമ്മൾ എപ്പോഴും ശാന്തി എന്ന് പറഞ്ഞിരിക്കണം. മനസ്സിലായ? സോ കൂടുതൽ ഉപദേശിക്കുന്നില്ല. ഇഫ് യു ഹാവ്, again I'm telling you, if you really want help, please get help. All right? എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. മറ്റൊരു ഗംഭീര പോഡ്കാസ്റ്റുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ടേക്ക് കെയർ, ലവ് യു ഓൾ, ആൻഡ് പ്ലീസ് ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. All right?